Turning the pages, defining the space, finding the beauty, capturing grace. RNG reflections, memories glance. Ladies and gentlemen, once again welcome to a new video. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ജോർജിയയിൽ പോയ വിശേഷങ്ങളാണ്. ബൈ ദ ബൈ, എൻ്റെ ടീഷർട്ട് വെട്ടിയിട്ടാണ് അവർ കൊടിയുണ്ടാക്കിയിരിക്കുന്നത്. കൊച്ചു കള്ളന്മാരാ. ഞങ്ങൾ ടിബ്ലിസിലാണ് ലാൻഡ് ചെയ്തത്. ടിബ്ലിസിൽ ലാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്നൊരു ഫീൽ എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ രണ്ട് സൈഡിലും മരങ്ങളാണ്, ഫുൾ ഗ്രീൻ. ഉച്ചയ്ക്ക് ലാൻഡ് ചെയ്തതിന് ശേഷം നേരെ നമ്മൾ പോയി പ്രീ ബുക്ക് ചെയ്തിരുന്ന ബൊട്ടിക് ഹോട്ടലിലാണ് ചെക്ക് ഇൻ ചെയ്തത്. കുറച്ച് നേരം റിലാക്സ് ചെയ്തിട്ട് വി ഹെഡഡ് ഔട്ട് ടു ഹാവ് അവർ ലഞ്ച്. ലഞ്ചിന് ശേഷം നമ്മൾ പോയത് നാഷണൽ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. ദിസ് ഇസ് റൈറ്റ് ബിഹൈൻഡ് നരിക്കാല ഫോർട്രസ്. സിറ്റിയുടെ നടുക്കൊരു 100 ഏക്കർ സ്ഥലത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ പോയ പീരിയഡിൽ 4 ജെല്ലാണ് അഡ്മിഷൻ ഫീ. ആൻഡ് ദ പാർക്ക് ഇസ് ഓപ്പൺ ഡെയിലി ഫ്രം 9 AM to 7:30 PM. ജോർജിയൻ തെരുവുകളിലുള്ള നടപ്പാണ്. നമ്മളിപ്പം ബൊട്ടാണിക്കൽ ഗാർഡൻ കണ്ട് അതിൻ്റെ അകത്തൊന്നും ഒരു കുന്തവും ഇല്ല എന്ന് മനസ്സിലായി തിരിച്ച് പുറകെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 100 ഏക്കറൊക്കെ നടന്ന് വിശന്ന് വലഞ്ഞ അവശരായ ഞങ്ങൾ ടിബ്ലിസിയിലെത്തി. ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ബാക്കി നടന്നു. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് നടന്നതല്ലേ, അശോകന് ക്ഷീണമാ. ജോർജിയയുടെ തലസ്ഥാനമായ ടിബ്ലിസി ഈസ് അറ്റ് ദ ക്രോസ് റോഡ്സ് ഓഫ് ഏഷ്യ ആൻഡ് യൂറോപ്പ്. ടിബ്ലിസിയിലുള്ള അവിടുത്തെ പബ്ലിക് ആർട്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ. വലിയ മോണുമെൻ്റൽ സ്റ്റാച്യൂസ് മാത്രമല്ല, സ്ട്രീറ്റ് ലെവലിൽ സാധാരണക്കാരൻ്റെ ക്വർക്കി ബ്രോൺസ് ഫിഗേഴ്സും നമുക്ക് കാണാം. അങ്ങനെ ഗ്രാൻഡ് ഹിസ്റ്ററിയും ഡെയിലി ലൈഫിലെ ചെറിയ സന്തോഷങ്ങളും അവിടെ ഒരുമിച്ച് കാണാൻ പറ്റും. ടിബ്ലിസിയുടെ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ നല്ലൊരു വൈബാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത്. ട്രഡീഷണൽ ഔട്ട്ഡോർ സീറ്റിങ്ങും അതേപോലെ നമ്മുടെ നാട്ടിലെ ബേക്കർ മോഡൽ ബിൽഡിങ്സിനെ ഓർമ്മിപ്പിക്കുന്ന സൂപ്പറായിട്ടുള്ള ആർക്കിടെക്ചറും പിന്നെ കുറച്ച് സുവനിയറും ആർട്ട് വർക്കുകളും എല്ലാം ചേർന്ന് സ്ഥലത്തിനൊരു ആക്ച്വലി ഒരു മാജിക്കൽ ഫീൽ തന്നെ നൽകുന്നുണ്ട്. പീപ്പിൾ ആർ വെരി ചെയർഫുൾ. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ഒരാൾ അവിടെ ഇരുന്ന് പിയാനോ വായിക്കുന്നുണ്ട്. റെസ്റ്റോറൻറ്റുകളുടെ മെനു എല്ലാം പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ മഞ്ഞ ലൈറ്റ്സ്, ബൾബ്സ് ഈ സ്ട്രീറ്റിന് തന്നെ നല്ലൊരു ആംബിയൻസും ഒരു ലൈറ്റിങ്ങും തരുന്നുണ്ട്. ജോർജിയൻ ട്രഡീഷൻ്റെയും കൾച്ചറിൻ്റെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് വൈൻ. ഓൾമോസ്റ്റ് എല്ലാ റെസ്റ്റോറൻറ്റിലും സൂപ്പർ മാർക്കറ്റിലും വൈൻ അവൈലബിൾ ആണ്. ഡിസ്പ്ലേ ചെയ്തേക്കുന്ന മെനുവും ഈ റോസ്റ്റഡ് വാൾനട്ടിൻ്റെയും അതേപോലെ ഈ ചീസിൻ്റെയൊക്കെ സ്മെല്ലൂടെ വന്നപ്പോഴത്തേന് ചെറിയ വിശപ്പില്ലാതില്ല. പക്ഷേ ചന്തുവിനെ അങ്ങനെയൊന്നും തോപ്പിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു നടത്തം. നടന്ന് ക്ലോക്ക് ടവറിലെത്തി. സമയം നോക്കുമ്പോഴാണ് 9 മണി, രാത്രി 9 മണി. വെളിച്ചം നോക്കിയാലോ ഉച്ച പോലെ. മെയ് മാസത്തിൽ ആക്ച്വലി ഡേയ്സ് ലോങ്ങർ ആയതുകൊണ്ട് നമ്മളത് സമയം പോയത് അറിഞ്ഞില്ല. ഓൾഡ് ടിബ്ലിസിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ലോക്ക് ടവർ 2010 പ്രശസ്ത പപ്പറ്റിയറായ റെസോ ഗബ്രിയേറ്റ്സിയാണ് ബിൽഡ് ചെയ്തത്. ഇതിലെ ക്ലോക്കിനെ സർക്കിൾ ഓഫ് ലൈഫ് എന്ന് വിളിക്കാറുണ്ട്. എനിവേസ്, ഇതിനുശേഷം നമ്മൾ സ്ട്രെയിറ്റ് പോയത് ഡിന്നർ കഴിക്കാനാണ്. ഞങ്ങൾ ഡിന്നറായിട്ട് കഴിച്ചത് ഒരു വെറൈറ്റി ഓഫ് കച്ചപ്പുരിയാണ്. കച്ചപ്പുരി ജോർജിയയിലെ ഒരു ട്രഡീഷണൽ ഡിഷാണ്. നല്ല ചൂട് ബ്രെഡിൻ്റെ നടുവിൽ ഉരുകിയ ചീസും എഗ്ഗും ബട്ടറും ഇതൊക്കെയാണ് ഇതിലുള്ളത്. ഇതൊരു ഹെവൻലി ടേസ്റ്റ് ആട്ടോ. ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേന് വളരെ ലേറ്റായി. തിരിച്ച് റൂമിലേക്ക് പോകുന്ന വഴിക്ക് നല്ലൊരു മഴയും ഉണ്ടായിരുന്നു. ദ പെർഫെക്റ്റ് വേ ടു എൻഡ് എ ഡേ, റൈറ്റ്? ജോർജിയയിൽ ഞങ്ങൾ കണ്ട ബാക്കി കാഴ്ചകളും വിശേഷങ്ങളും അറിയാൻ വേണ്ടി സ്റ്റേ ട്യൂൺ ടു അവർ ചാനൽ. താങ്ക് യു. ബൈ ബൈ.